ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്വന്തങ്ങളെ, സുഖമാണോ? കർത്താവിൻ്റെ വലിയ കരുണയാൽ ഇന്നലത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായിരുന്നു കേട്ടോ. കുറവിലങ്ങാട് നമ്മുടെ PDM സെന്ററിൽ ധാരാളം ആൾക്കാർ വന്ന് ഏതായാലും ഒരുക്കിയ സ്ഥലം എല്ലാം ഫില്ലായി. ഈശോയുടെ വലിയൊരു കരുണ അനുഗ്രഹമായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ശുശ്രൂഷകൾ വാഴക്കുളത്ത് സിസ്റ്റേഴ്സിൻ്റെ അവിടെ ശുശ്രൂഷകൾ, ഇവിടെ ശുശ്രൂഷകൾ, അട്ടപ്പാടി ശുശ്രൂഷകൾ അല്ലേ, എല്ലാം കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഇത്രയും സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും പോകണം കേട്ടോ. വാഴക്കുളത്ത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് പറയാം. ജൂലൈ മാസത്തിലാണത്. അതിനൊന്ന് സെക്കൻഡ് സാറ്റർഡേ കൂട്ടിയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പൊക്കും കേട്ടോ, യുവജനങ്ങളെ പ്രത്യേകം കേട്ടോ. ക്രൈസ്തല്ലോ പരിമള സഹോദരങ്ങളെ. പിന്നെ വിശേഷം വരാം. ഇത് പരിശുദ്ധ തൃത്വത്തിന് തിരുനാളാണല്ലോ അല്ലേ. അതിൻ്റെ എല്ലാവിധ മംഗള പരിശുദ്ധ തൃത്വത്തിലെ ആവാസം നിങ്ങളുടെ മേലുണ്ടാകട്ടെ. നിങ്ങൾക്കുണ്ട്, അത് ഉജ്ജ്വലിക്കട്ടെ കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞാലും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. അതായത് പിന്നെ ഈ പിടിവാശി പ്രകൃതം. ചില ആൾക്കാരുണ്ട് എന്ത് ചെയ്ത അഭിപ്രായം വിട്ടുകൊടുക്കും. നിങ്ങൾ പുറകെ പിടിവാശി പ്രകൃതം അത് വിട്ടുമാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് പ്രാർത്ഥിച്ചോ. ഈ ബ്ലെസ്സിങ് സമിതി ഈശോ ഒരു കൃപ തരും. അതുപോലെ തന്നെ നിങ്ങൾ വേറെ പലരേക്ക് ഓർത്തങ്ങ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ഒരു കൃപയും കൂടി ചെയ്യും കേട്ടോ. നമുക്ക് ആ മേഖലയ്ക്ക് ഉണ്ടായിരുന്നു. പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ 21 സുഭാഷിതം 21. അവിടെ ദൈവവചനം വെളിപ്പെടുന്ന ആ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നേതൃത്വത്തിന്റെ ഹൃദയം എങ്ങനെയാകണം എന്നുള്ളതാണ്. മനോഹരമായ വചനമാണ്. രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു, അല്ലെങ്കിൽ തിരിച്ചു വിടുന്നു എന്നുള്ളതാണ്. എന്താ പറയുക, ഇവിടെ എന്തൊരു മനോഹരമായ വചനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവമാണ് ഈ ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ദാവീദ്, സോളമൻ തുടങ്ങുന്ന ഓരോ രാജാക്കന്മാരെ, ന്യായാധിപന്മാരെയൊക്കെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ഈ ദാവീദിന്റെ ഹൃദയത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയെന്ന വചനമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ രാജാവിന്റെ ഹൃദയത്തിൽ ദൈവനിശ്ചയം കുടികൊള്ളും, നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളും. കാരണം അവന്റെ ഉള്ളിൽ വചനമുണ്ടെന്നുള്ളതാണ്. ഹൃദയത്തിന്റെ നിറവിനാണ് അതിനെ സംസാരിക്കുന്നത്. എന്നിട്ട് ആ ഹൃദയത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ്. മനോഹരമാണ്. രാജാവിന്റെ ഹൃദയം. അതായത് ഇപ്പൊ നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥന്റെ ഹൃദയം, കുടുംബനാഥയുടെ ഹൃദയം. ഒരു വികാരിച്ചനാണെങ്കിൽ വികാരിച്ചന്റെ ഹൃദയം. അത് നമ്മൾ എന്താണോ നമ്മുടെ ഒരു നേതൃത്വം, നമ്മുടെ കീഴിൽ ആരെങ്കിലും കീഴിൽ ഞാൻ പറയുന്നില്ല, നമുക്ക് നേതൃത്വം നൽകേണ്ട ചില ആൾക്കാർ നമുക്ക് നമ്മുടെ കൂടെ ആരെങ്കിലും കാണും. അപ്പോൾ ആ നമ്മുടെ ഹൃദയം എങ്ങനെ പറയുന്നത്, ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവമാണ് ഈ അരുവി ഇതിലൂടെയൊക്കെ ഒഴുകണമെന്നൊക്കെ നിശ്ചയിച്ചല്ലേ. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിന് പറയും താഴ്ന്ന നേരത്തെ നീര് ഒഴുകുമെന്നൊക്കെയുള്ള പിന്നെ ഭൂകർഷണ മറ്റേ ആകർഷണ തത്വം അല്ലെ പല പരിപാടികളാണ്. അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനെല്ലാം പുറകിൽ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോൾ ദൈവം ഈ വെള്ളത്തെ എല്ലാം ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുക്കി തിരിച്ചൊക്കെ വിടും അല്ലേ. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൂടെ വെള്ളമൊക്കെ മാറി കയറി വരും. നമ്മൾ ശരിയല്ലേ. അതുകൊണ്ട് രാജാവിന്റെ ഹൃദയം എന്ന് പറയുന്നത് കർത്താവ് നിയന്ത്രിക്കുന്ന അരുവ. ഇനി കർത്താവ് ചെയ്യുന്ന കാര്യം എന്നറിയോ, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനിങ്ങനെ തിരിച്ച് വിളിക്കും. ഇപ്പം തന്നെ കനാലൊക്കെയാണ് കണ്ടില്ല, നമ്മളിങ്ങനെ പല വഴിക്ക് തിരിച്ച് ആവശ്യമുള്ളതേക്ക് വിടും എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പരിപൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിന്റെ നിയന്ത്രണം കർത്താവിന് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയും. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഒഴുക്ക് ചില നമുക്ക് പ്രത്യേക ഇഷ്ടമുള്ള ചില കോർണറുകൾ, ഇഷ്ടമുള്ള ചില അങ്ങനെ തിരിയാൻ പോയാൽ പറ്റിയല്ല. അത് ദൈവം എവിടേക്കാണ് ഒഴുക്കി വിടുന്നത് അതുപോലെയാണ് നമ്മുടെ ഹൃദയം. ദൈവാത്മാവിന് ഫ്രീ ആയിട്ട് നമ്മളെ നയിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. എവിടെയാണോ നനവ് ആവശ്യമുള്ളത് അവിടെയാണ് തന്നെ നമ്മുടെ ഹൃദയം അല്ലേ. പക്ഷെ നമുക്ക് നനവ് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ തന്നെ പോയാൽ എങ്ങനെയാവും അല്ലേ. ഇപ്പോൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് പിന്നെ ചെടി വേര് വിരിച്ചിരുന്നാൽ അതിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മളൊരു എന്തെങ്കിലും ഒരു നേതൃത്വം വഹിക്കാത്തവരാരെങ്കിലും കാണിയല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ആത്മാവ്, ഒരു അഭിഷേകം നമുക്ക് കിട്ടും. ഈ വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചാൽ ഈശോ കൃപയും കൊണ്ട് തരും. അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു.
കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയും. എല്ലാ പൈശാചികളും ഉപദ്രവങ്ങളും അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളെ ശല്യങ്ങളെ ബാധകളെ ഭൂതങ്ങളെ തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആക്കി വായിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ നിങ്ങളെ താങ്ങട്ടെ. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളെ ഹൃദയങ്ങളെ നയിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടാക്കട്ടെ എന്ന് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പോലെ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവം ഇപ്പൊ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് പിടിവാശി പ്രകൃതം നാളുകളായിട്ട് ആ ഒരു ക്യാരക്ടർ മാറണമെന്ന് വിചാരിച്ച് അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കാരണം വചനലംഘനമോ പാപമോ ഒക്കെ വരുന്നിടത്ത് നമ്മൾ ഉറച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട് നീതിയുടെ കാര്യത്തിലൊക്കെ. പക്ഷേ കർത്താവ് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കും. ആ ഒരു അനോയിന്റിങ് കാരണം ഞങ്ങൾക്ക് പറ്റാത്തോണ്ടെങ്കിൽ ആശ്രയിക്കുകയാണ്. അങ്ങനെ ആരൊക്കെ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നവരുടെ മേൽ ഒന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുക. നിങ്ങളുടെ ഉദ്യമങ്ങള്, നിങ്ങളുടെ യാത്രകള്, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, നിങ്ങളുടെ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള് എല്ലാം പോവണയായിട്ട്. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നലെ കുര്യനാടുള്ള PDM സെന്ററിൽ, കുറവിലങ്ങാട് കുര്യനാടുള്ള PDM സെന്ററിൽ വന്ന് ധ്യാനത്തിൽ കൂടിയവര്, അതുപോലെ തന്നെ അഭിഷേകാന്ത സിസ്റ്റേഴ്സിന്റെ വാഴക്കൊല്ലത്താൽ സെന്ററിൽ വന്ന് ഏകദിനം കൂടിയവര്, പറയുമ്പോഴല്ല അവരുടെ ആഗ്രഹങ്ങൾക്കല്ല ഒന്നുകൂടി ആശീർവദിക്കുകയാണ് കർത്താവ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.